ജീവിതത്തിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെ മലകളോട് ഉപമിച്ച് തിരുവചനം പറയുന്നുണ്ട്. അങ്ങനെ മല പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാം എന്ത് ചെയ്യണം എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22 തുടങ്ങി 26 വരെയുള്ള വാക്യങ്ങളിലൂടെ യേശു കർത്താവ് നമ്മോട് പറയുന്നത്. മലയെക്കുറിച്ച് പറയുവാനല്ല, മലയോട് പറയുവാനത്രേ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. The more we speak about a problem, the bigger it gets and the more power it has over us and our lives. ഒരു പ്രശ്നത്തെക്കുറിച്ച് നാം കൂടുതൽ സംസാരിക്കും തോറും അത് വലുതായി തീരുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെയും മേൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ വലുതാക്കുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട്. We must believe that God is bigger than any problem. ഏതൊരു പ്രശ്നത്തെക്കാളും ദൈവം വലുതാണ് എന്ന് നാം വിശ്വസിക്കണം. വിശ്വസിക്കുക മാത്രമല്ല, അങ്ങനെ തന്നെ നാം കാണണം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നമാകുന്ന മലയുടെ പുറകിൽ ആ മലയേക്കാൾ വലുതായി നിൽക്കുന്ന ദൈവത്തെ കാണുക. മലകൾ നമ്മെ ആരെയും തോൽപ്പിക്കരുത്, പകരം നാം മലകളെ കീഴടക്കണം. വിശ്വാസവീരനായ കാലേബ് പറഞ്ഞതത്രേ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുമുള്ളവ എന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോടുകൂടി ഉണ്ടെങ്കിൽ ഞാൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. മലകളെ കീഴടക്കുവാൻ ദൈവം തന്നെ പ്രാപ്തനാക്കുന്നുവെന്ന് കാലേബ് ഗ്രഹിച്ചറിഞ്ഞിരുന്നു. കാലേബിനെ പ്രാപ്തനാക്കിയ അതേ ദൈവം തന്നെയാണ് നമ്മിലും ഇന്ന് വസിക്കുന്നത്. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഏതൊരു മലയെയും കീഴടക്കാൻ കഴിയുമെന്ന് ധൈര്യത്തോടെ നമുക്കും ഇന്ന് പറയാം. ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, when you stop seeing the problem you are faced with and start seeing the promise of God for you, that becomes a good start towards a solution to your problem. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കാണുന്നത് നിർത്തുകയും നിങ്ങൾക്കായുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം കാണാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരത്തിലേക്കുള്ള ഒരു നല്ല തുടക്കമാകും. Have a blessed day.